السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒന്നരേ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉഹദിൻ്റെ പശ്ചാത്തലത്തെയും അതുകൊണ്ടുണ്ടായ വ്യത്യസ്തങ്ങളായ ഫലങ്ങളെയും കുറിച്ച് ചെറിയ ഭാഷയിൽ വിശദീകരിക്കാനാണെന്ന് ആഗ്രഹിക്കുന്നത്. ഹിജ്റ 3-ാം വർഷം ഷവ്വാൽ 15-നാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധം അരങ്ങേറുന്നത്. അതിൻ്റെ പശ്ചാത്തലം ബദറിൽ നിന്നേറ്റ ഗംഭീരമായ പരാജയത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ബദറിൽ പങ്കെടുത്ത് ചരമം പ്രാപിച്ച മക്ക നേതാക്കന്മാരുടെ പിന്മുറക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടെ സംഘടിപ്പിച്ച ഒരു യുദ്ധമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വളരെ സന്നാഹത്തോടുകൂടെയാണ് അവർ തയ്യാറെടുപ്പ് നടത്തിയത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് ചില ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വേദിയിൽ തന്നെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 13 വർഷത്തിന് ശേഷമാണ് അവിടുന്ന് ഹിജ്റ പോകുന്നത്. അങ്ങനെ മദീന രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നു. വിശ്വാസികൾക്ക് ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള പശ്ചാത്തലം രൂപപ്പെടുന്നു. അതൊരിക്കലും അനുവദിച്ചുകൂടാ എന്ന രീതിയിൽ നിരന്തരമായ ശല്യം ശത്രുക്കളുടെ പക്ഷത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഹിജ്റ 2-ാം വർഷത്തിൽ, എന്ന് വെച്ചാൽ നുബുവത്തിൻ്റെ കൃത്യം 15-ാം വർഷത്തിൽ ബദർ യുദ്ധം അരങ്ങേറുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായി യുദ്ധത്തിനുള്ള സമ്മതമായി അള്ളാഹുവിൻ്റെ ഹുക്കം ഇറങ്ങുന്നത്. ആ ആയത്ത് തന്നെയും എന്തിനാണ് യുദ്ധം എന്നത് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അന്യത്ര വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കില്ല. എന്നാലും ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതേക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളുകൾക്ക് ഇങ്ങനത്തെ കുറേ യുദ്ധങ്ങൾ എന്ന രീതിയിൽ ആക്ഷേപിക്കാൻ ഒരു അവസരം വരാതിരിക്കാനും അവർക്ക് വസ്തുത മനസ്സിലാക്കാനും ആമുഖമായി സൂചിപ്പിക്കാം. 13 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധങ്ങളായ പീഡനങ്ങൾ സഹിച്ച് അനുയായികളുടെ വിഷമം കണ്ട് മനമെടുത്തൊരു കാലഘട്ടമാണ്. തൗഹീദ് പ്രഖ്യാപിച്ചു എന്നത് മാത്രമായിരുന്നു നബിതങ്ങൾക്കെതിരെ അവർക്ക് ചാർത്താനുള്ള ഏക കുറ്റം. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്യമെന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. പ്രവാചകന്മാരുടെ ആത്യന്തിക ദൗത്യവും തൗഹീദ് പരിചയപ്പെടുത്തലും പ്രചരിപ്പിക്കലുമാണ്. ആ പ്രവാചകന്മാർ ചെയ്തു വന്ന ദൗത്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമ്പോൾ അതുവരെ വിശ്വസ്തനും ഏറ്റവും ഇഷ്ടക്കാരനുമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക മുശ്രിക്കീങ്ങൾ തള്ളിക്കളയുന്നു. നിരന്തരമായി പീഡനങ്ങൾ നടത്തുന്നു, പട്ടിണി കിടക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഷൂബ് അബി ത്വാലിബിലെ 3 വർഷത്തെ പട്ടിണി കൊണ്ട് ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്നു. അനുയായികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കുടുംബമൊക്കെ അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നിടത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇസ്ബിർ യാ അഹ്ല അമ്മാർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക എന്നും പറഞ്ഞ് കണ്ണ് തുടപ്പിച്ച് മടങ്ങി വരുന്നുണ്ട്. പ്രതിരോധിക്കാൻ കഴിയാതെ മടങ്ങി വരുന്നുണ്ട്. ഇത് 13 വർഷം തുടർന്നിട്ടാണ് പല ഘട്ടങ്ങളിലായി പല രാജ്യങ്ങളിലേക്ക് ദീനിൻ്റെ സംരക്ഷണാർത്ഥം സഹാബ കിറാം ഹിജ്റ പോകുന്നത്. അവസാന ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നത്. അവിടെ ഇസ്ലാമിക രാജ്യം രൂപപ്പെടുന്നു. മുഅ്മിനീങ്ങൾക്ക് സമാധാനത്തോടുകൂടെ കഴിയാമെന്ന് വരുന്നു.
അത് സമ്മതിച്ചുകൂടാ എന്ന രീതിയിൽ നിരന്തരമായ പ്രശ്നങ്ങൾ മക്കക്കാരുണ്ടാക്കുന്നു. അതിൻ്റെ ഫലമാണ് ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നുണ്ടായ ബദർ യുദ്ധം. വിശ്വാസികളുടെ സ്വത്ത് സ്വരൂകൂട്ടി ഷാമിൽ പോയി വലിയ കച്ചവടം നടത്തി ഗംഭീരമായ ലാഭവുമായി മടങ്ങി വന്ന് ആ ലാഭം ഉപയോഗപ്പെടുത്തി മദീന രാഷ്ട്രത്തെ നശിപ്പിക്കണമെന്ന തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോയ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള വർത്തക സംഘത്തെ തടഞ്ഞ് നമുക്ക് അവകാശപ്പെട്ട ശരിക്കും വിശ്വാസികളുടേതായ ആ സ്വത്തിൽ നിന്ന് വിഹിതം വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ അതൊരു ഗംഭീരമായ യുദ്ധത്തിൽ കലാശിക്കുന്നു, വിശ്വാസികൾ വിജയിക്കുകയും ചെയ്യുന്നു. ഇതിന് പ്രതികാരമെന്ന രീതിയിലാണ് ഉഹദ് യുദ്ധം ഉണ്ടാകുന്നത്. ശരിക്കും ബദറിൽ തന്നെയും ലളിതമായി തീരേണ്ട ഒരു സംഗതിയെ അബൂ സുഫിയാൻ, അന്നത്തെ മുശ്രിക്കുകളുടെ നേതാക്കളിൽപ്പെടുന്നയാൾ, വളരെ ഭീകരമായ രീതിയിലേക്ക് മാറ്റുകയും ലംലം എന്ന് പറയുന്ന തൻ്റെ അനുയായിയെ ശരീരമാസകലം മുറിപ്പെടുത്തി ഒട്ടകത്തിൻ്റെ ചെവി മുറിച്ച് വസ്ത്രം കീറി മക്കയിലേക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹം മുഹമ്മദ് നബിയും സംഘവും നമ്മൾ ആക്രമിച്ചു എന്ന് പച്ചക്കള്ളം പറയുകയും അത് കാട്ടുതീ പോലെ പരന്ന് 2 ദിവസം കൊണ്ട് 1000-ത്തിലധികം ആളുകളുള്ള ഒരു സൈന്യത്തെ അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ബദർ യുദ്ധം ഒരുങ്ങുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ നേതാക്കളും, അവർ വളരെയേറെ ഭാവി വാഗ്ദാനങ്ങളായി കണ്ടിരുന്നവരടക്കം മരണപ്പെടുകയാണ് അതിൻ്റെ ആത്യന്തിക ഫലം. ഈ ബദർ യുദ്ധം കഴിഞ്ഞ് സഹാബാ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് മടങ്ങുമ്പോൾ 70 മക്കക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 70 പേരെ പിടിക്കപ്പെട്ട് അവർ ബന്ദികളായിരുന്നു. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് 14 പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, രക്തസാക്ഷികളായിട്ടുണ്ടായിരുന്നു. ഈ 70 പേരെ എന്ത് ചെയ്യണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാ കിറാമിനോട് അന്വേഷിക്കുന്നുണ്ട്. ശരിക്കും ബദർ യുദ്ധം കഴിഞ്ഞ് സഹാബാ കിറാം മടങ്ങി വരുന്ന ആ ഒരു യാത്രയിൽ തന്നെ ഉഹദിൻ്റെ പശ്ചാത്തലം രൂപപ്പെടുന്നുണ്ട്. ഇവരെ എന്ത് ചെയ്യണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അന്വേഷിക്കുമ്പോൾ ഒരു വിഭാഗം സഹാബി വര്യന്മാർ അവരെ കൊന്നുകളയാം എന്ന് അഭിപ്രായപ്പെടുന്നു. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം, മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാം, അല്ലെങ്കിൽ ഒന്നിച്ച് കെട്ടിവെച്ചിട്ട് തീ കൊളുത്തി കൊല്ലാം എന്നൊക്കെ വിവിധ സഹാബികളുടെ അഭിപ്രായങ്ങളുണ്ടാകുന്നു. മഹാനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അവരെ നമുക്ക് വെറുതെ വിടാം, ഒരവസരം കൂടി നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ അഭിപ്രായം വളരെ സന്തോഷകരമായി തോന്നുകയും എന്നാൽ സഹാബാ കിറാമിൻ്റെ അഭിപ്രായങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നബി കാത്തിരിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 2 മാർഗവും അങ്ങേക്ക് സ്വീകരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം കൊടുക്കുന്നു. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കാര്യം പറഞ്ഞു, ഈ 70 പേരെയും നിങ്ങൾ അന്നത്തെ പതിവ് രീതി അനുസരിച്ച്, യുദ്ധത്തിൻ്റെ നിയമമനുസരിച്ച്, യുദ്ധത്തിലെ നീതി അനുസരിച്ച് കൊന്നുകളയാൻ വേണമല്ലോ. അതോടുകൂടെ മക്കയിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തിനെതിരെയുള്ള എല്ലാ അക്രമങ്ങളും ഇല്ലാതെയാകും. 70 അവരുടെ വലിയ നേതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, 70 പേർ ബന്ദികളായിട്ടുണ്ട്. ഈ 70 പേർ കൂടെ ഇല്ലാതെയായാൽ അവർക്ക് നട്ടെല്ലുയർത്താൻ കഴിയാത്ത വിധം അവർ തോറ്റുപോകും. അതുകൊണ്ട് അവരെ കൊല്ലാം നിങ്ങൾക്ക്, അല്ല വെറുതെ വിടാം. ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു, വെറുതെ വിട്ടാൽ കൃത്യം 1 വർഷം കൊണ്ട് പിന്നെയും ഒരു യുദ്ധം സംഘടിതമാകും. ആ യുദ്ധത്തിൽ ഇന്ന് മക്കാ മുശ്രിക്കന്മാർക്ക് എത്ര പേർ നഷ്ടപ്പെട്ടോ അത്ര വിശ്വാസികളിൽ നിന്ന് ആളുകൾ നഷ്ടപ്പെടും. ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. സമാധാനത്തിൻ്റെ ദൂതൻ അവരെ വെറുതെ വിടാൻ തന്നെ തീരുമാനിക്കുന്നു. അതിന് ചെറുപ്പക്കാരാവുന്ന സഹാബിവര്യന്മാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അവരെ വെറുതെ വിട്ടാൽ കൃത്യം അടുത്ത വർഷം യുദ്ധം ഉണ്ടാകും. അതിൽ 70 പേർക്ക് സ്വർഗം പുൽകാൻ, രക്തസാക്ഷികളാവാൻ അവസരം ഉണ്ടാകും. അതാണ് അവർ കാക്ഷിച്ചത്. നമ്മളും അവരെ പോലെയുള്ള പൂർവികരും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അതാണ്. അവർ ആഖിറത്തിന് പ്രാധാന്യം നൽകി. ദുന്യാവിനെ അവർ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തി. എന്തായാലും ഈ ലോകത്തിൽ നിന്ന് മാറേണ്ടി വരും, മരിക്കേണ്ടി വരും എന്നവർക്കറിയാം, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ. പക്ഷേ അത് കൃത്യമായ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ട് സധീരം മരിക്കുന്നതാണ് ആത്മാഭിമാനം എന്നവർ തീരുമാനിച്ചു. കുറേ കാലം അങ്ങനെ ഒപ്പിച്ച് ഉഴന്ന് കളിച്ച് ജീവിക്കുക എന്നുള്ളതല്ല. ദീനിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ജീവാർപ്പണം നടത്തുന്നതാണ്
ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവർ വിശ്വസിച്ചു. അവർ അതിനു വേണ്ടി ജീവിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ പൂർവിക ചരിത്രത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം നമുക്ക്. സുൽത്താൻ ഫാത്തിഹ്, നമുക്കറിയാവുന്ന കോരിത്തരിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇസ്ലാമിനെ വല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന സ്പെയിന് ഭാഗത്തേക്ക് പട നയിക്കുകയും കപ്പലിലും ചെറുവള്ളങ്ങളിലുമായിട്ട് തൻ്റെ സൈന്യത്തെ മൊത്തം മറുകര കടത്തുകയും എന്നിട്ട് അവർ വന്ന യാത്രായാനങ്ങളെ മൊത്തം തീ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, അപ്പുറത്ത് പരവാരം പോലെ നിറഞ്ഞു കിടക്കുന്ന ശത്രുക്കളുടെ സൈന്യം, ഇപ്പുറത്ത് വലിയ മഹാസാഗരം, ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക രക്ഷാമാർഗം ശത്രുക്കളെ പരാജയപ്പെടുത്തലാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വന്ന യാത്രാവാഹനങ്ങളെ മൊത്തം തീ കൊടുത്ത് നശിപ്പിച്ചിട്ടാണ് ഇത്രമേൽ തീവ്രമായൊരു വാക്ക് അദ്ദേഹം പറയുന്നത്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന ചില രാഷ്ട്രീയ സംഘട്ടനങ്ങൾ, രണ്ടുപേരും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തി ഹുക്കുമ് കണ്ടെത്താൻ യോഗ്യരായിരുന്നു. അങ്ങനെ ഹുക്കുമ് കണ്ടെത്തുന്നിടത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പഴച്ചാൽ അതിന് പോലും അവർക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് നമ്മുടെ ദീനിൻ്റെ നിയമം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ഹുക്കുമ് കണ്ടെത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ആയത്തും ഹദീസും എല്ലാം പരിശോധിക്കുന്നു, പൂർവിക ഫത്വകളെല്ലാം പഠിക്കുന്നു. അവസാനം ഒരു ഹുക്കുമിലേക്ക് മഹാനുഭാവൻ എത്തിച്ചേരുന്നു. ആ എത്തിച്ചേർന്ന ഹുക്കുമ് സവാബാണെങ്കിൽ, നേരാവണ്ണം ശരിയായിരുന്നുവെങ്കിൽ 2 പ്രതിഫലം കിട്ടും, അല്ലെങ്കിലും 1 പ്രതിഫലം കിട്ടും. എന്തിന്? ഈ കാര്യത്തിന് വേണ്ടി ഇത്രമേൽ അധ്വാനം നടത്തി എന്നതിന്. ഇതാണ് ഇജ്തിഹാദിന് യോഗ്യരായ ആളുകളുടെ തീരുമാനത്തെക്കുറിച്ച് ദീനിൻ്റെ നിയമം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഹുക്മ് തീരുമാനിക്കാൻ മാത്രം വലിയ പണ്ഡിതന്മാരായിരുന്നു. രണ്ടുപേരും മുജ്തഹിദുകളായിരുന്നു. അവരുടെ ഇജ്തിഹാദ് കൊണ്ട് അവരെത്തിച്ചേർന്നത് യുദ്ധത്തിലേക്കാണ്. ഇജ്തിഹാദ് കൊണ്ട് അവർ എത്തിച്ചേർന്നത് യുദ്ധത്തിലേക്കാണ്. ആ യുദ്ധത്തിൽ പോലും അവർ കാണിച്ച പക്വമായ സമീപനങ്ങളും മര്യാദകളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഞാൻ എന്തിനാണിത് സൂചിപ്പിക്കുന്നത്? മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും വ്യക്തിപരമായി പണക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനും അവരെ വ്യക്തിപരമായി ആക്ഷേപം നടത്താനും മറ്റേയാളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഭീഷണികളൊക്കെ കുറേ ജൂതന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെയും അവർ രണ്ടുപേരും ഇസ്ലാം എന്ന പൊതു ആദർശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതിനു മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജൂതന്മാരുടെ എല്ലാവിധ പ്രചാരണങ്ങളെയും എതിർത്തു തോൽപ്പിക്കുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ടങ്ങനെ. യസ്ദിഖിനോട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹാബി വര്യന്മാർക്ക് കഠിനമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില കത്തുകൾ വരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിനൊക്കെ അവർ സമീപിച്ചത് ഈ വിധത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തോടുകൂടെ അവർ ജീവിക്കട്ടെ എന്ന് കരുതി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആദ്യമായി പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്ത് അവിടെ വിട്ടയക്കുന്നു. അതോടുകൂടെ 70 പേരടങ്ങുന്ന അവരുടെ 2ാം നിര അതിശക്തമായി 1 വർഷം പ്രവർത്തിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമേ പ്രഖ്യാപിച്ചതാണ് അടുത്ത കൊല്ലം യുദ്ധം സംഭവിക്കുമെന്ന്. അവർ ആ ഒരു ശ്രദ്ധയോടുകൂടെ അവരുടെ നേതാക്കളൊക്കെ നശിച്ച, പലരുടെയും പിതാക്കളും സഹോദരന്മാരും മരണപ്പെട്ട ബദറിൻ്റെ ഓർമ്മകൾ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് തന്നെ അവർ വിചാരിക്കുന്നു. അങ്ങനെ അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ പ്രതികാരവാഞ്ഛയുടെ ഫലമായിരുന്നു ഹിജ്റയുടെ 3ാം വർഷത്തിൽ നടന്ന ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിൻ്റെ 1ാം ഘട്ടത്തിൽ വിശ്വാസികളാണ് വിജയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനിലുമൊക്കെ അത് കാണുന്നുണ്ട്. ഖുർആനിൽ 60-ലധികം ആയത്തുകൾ ഉഹദ് സംബന്ധമായി സൂറത്ത് ആൽ ഇംറാനിൽ അവതരിച്ചത് കാണാം. എല്ലാം കൂടെ വിസ്തരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണ്. കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട്, കുറേ തിരുത്തുന്നുണ്ട്, അടുത്ത ഭാവിയിൽ വരാനുള്ള വലിയ വിജയത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ തെറ്റിദ്ധരിച്ചാണെങ്കിൽ പോലും സഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ അത് പാലിക്കാതിരുന്നതിനെ പരാജയത്തിൻ്റെ കാരണമായി ഖുർആൻ തന്നെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പാഠം പറയുമ്പോൾ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ ഫതുൽ ബാരിയിൽ എണ്ണമിട്ട
കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് സന്ദർഭോചിതം അങ്ങോട്ട് കടന്നു വരാം. എന്തായാലും 3000-ലധികം വരുന്ന വലിയൊരു സൈന്യവുമായി അബൂ സുഫിയാൻ എന്ന അവരുടെ 2ാം ക്യാപ്റ്റൻ, അദ്ദേഹം ബദർ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ബദറിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ യാത്രാ സംഘവുമായി, കച്ചവട സംഘവുമായി, വർത്തക സംഘവുമായി അദ്ദേഹം വേറൊരു കടൽ തീരത്തൂടെ മക്കയിലെത്തുകയായിരുന്നു. അപ്പോഴേക്ക് ബദർ പങ്കെടുക്കാനുള്ള മുശ്രിക്കീങ്ങളെല്ലാവരും മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഉഹദിലേക്ക് 3000 വരുന്ന ശത്രു സംഘം എത്തുന്നത്. ഇതോടുകൂടെ മദീന രാഷ്ട്രത്തെ നശിപ്പിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മനസ്സിലാക്കുന്നു. അവിടുന്ന് തൻ്റെ സഹാബിവര്യന്മാരോട് കൂടിയാലോചന നടത്തുന്നു. നമുക്ക് എന്ത് ചെയ്യണം? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ പോലെയുള്ള മുനാഫിഖീങ്ങളാകുന്ന ആളുകൾ പോലും പറഞ്ഞൊരു അഭിപ്രായം, നമുക്ക് മദീനയിൽ അവരെത്തോളം കാത്തു നിൽക്കാൻ, എന്നിട്ട് മദീനയിൽ വെച്ച് അവർ ആക്രമിക്കാം. ഞങ്ങൾ പലപ്പോഴും ശത്രുക്കളോട് മദീനയ്ക്ക് പുറത്തു വെച്ച് യുദ്ധം നടത്തിയിട്ടുണ്ട്, അതിലൊക്കെ തോറ്റിട്ടേ ഉള്ളൂ. മദീനയിൽ വെച്ച് ഞങ്ങൾ നടത്തിയ യുദ്ധം മുഴുവനായി ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? മദീനയുടെ ഊടുവഴികളെക്കുറിച്ച് പുറം നാട്ടുകാർക്ക് അറിയില്ല. ഏതിലൂടെ പോയാൽ എവിടെ എത്തുമെന്നതിനെക്കുറിച്ച് കൃത്യമായ നിശ്ചയം അവർക്കില്ല. പിന്നെ ഈ തോട്ടത്തിൻ്റെ സൈഡിലുള്ള വലിയ മതിലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുട്ടികളെയൊക്കെ വെച്ച് അവരെ കല്ലെറിയാം. നമുക്ക് ഗറില്ല യുദ്ധം പോലെ അവരെ നേരിടാൻ പറ്റും. അതുകൊണ്ട് മദീനയുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ആരോടൊക്കെ പോരാട്ടം നടത്തിയോ അതൊക്കെ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. നമുക്ക് അവർ മദീനയിലെത്തോളം കാത്തിരിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ചർച്ചയ്ക്ക് എടുക്കുമ്പോഴേ റസൂൽ അങ്ങനെ പറയണത്, നമുക്ക് മദീനയിലെത്തോളം കാത്തിരിക്കാം. എന്നിട്ട് ഈ മദീനയുടെ ഭൂപ്രകൃതിയും ഈ മദീനയുടെ പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവരോട് നേരിടാം. അതായിരിക്കും വിജയിക്കാൻ നല്ലത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തു സീനിയേഴ്സായ സഹാബിവര്യന്മാരും അവരുടെ ഇടയിലൂടെ നടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ പോലെയുള്ള അന്നത്തെ മുനാഫിഖീകളുടെ നേതാക്കളും. പക്ഷെ ചെറുപ്പക്കാരായ ആളുകൾക്ക് മറ്റൊരഭിപ്രായമായിരുന്നു. നമ്മൾ അധീരരാണെന്ന് അവർ പറഞ്ഞു, നമ്മൾ പേടിക്കാരാണെന്ന് പറയും. അതുകൊണ്ട് അവര് മദീനയിൽ കടക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം. അവരുടെയൊക്കെ മുന്നിൽ ബദർ കഴിഞ്ഞ് വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വാഗ്ദാനം ചെയ്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച 70 രക്തസാക്ഷികളുടെ ആ ഒരു മോഹനമായ സാധ്യതയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. യുദ്ധം നടക്കണം, രക്തസാക്ഷിത്വം വരിക്കണം. അപ്പം അതിന് ഏറ്റവും നല്ലത് മദീനയ്ക്ക് പുറത്തു പോകലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയൊരു സംഘം യുവാക്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായം മാനിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. അവിടുന്ന് വീട്ടിലേക്ക് മക്കളോടും ഭാര്യമാരോടും യാത്ര പറയാനും യുദ്ധായുധങ്ങളൊക്കെ തയ്യാറാക്കാനും വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് സീനിയർമാരാകുന്ന സഹാബിവര്യന്മാർ ഈ ചെറിയ സഹാബിവര്യന്മാരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങളതിന് വിരുദ്ധമായിട്ട് പറയാൻ പാടുണ്ടോ എന്ന രീതിയിൽ അവരെ ഉപദേശം നടത്തുന്നു. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. നമുക്ക് മദീനയിലെത്തോളം കാത്തു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ അവരെ തിരുത്തി. ഏതൊരു പ്രവാചകനും യുദ്ധത്തിന് ആയുധമണിഞ്ഞ് തയ്യാറെടുപ്പ് നടത്തി വാഹനം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയുക എന്നുള്ളത് പാടുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അങ്കി കെട്ടിക്കഴിഞ്ഞു, കുതിരയെ ഒരുക്കി കഴിഞ്ഞു, യാത്ര പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് ഉഹദിലേക്ക് തന്നെ പോകാം. അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. അങ്ങനെ ഉഹദിലെത്തുന്നു. ഏകദേശം 5-6 മാസം യാത്ര ചെയ്തിട്ട് കുറേ സംഘമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ദീർഘമായ യാത്ര വരുന്നതാണ് മക്കത്ത് നിന്ന് ഇങ്ങോട്ട്. അവർ 14-നാണ് ഷവ്വാൽ 14-നാണ് മക്കക്കാർ ഉഹദിലെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ സന്ദർഭത്തിൽ ഉഹദിലെത്തിച്ചേരുന്നു. ഉഹദ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായൊരു മലയാണ്. റസൂലുള്ളാഹി തങ്ങൾ പലപ്പോഴും പുകഴ്ത്തി പറഞ്ഞൊരു മല. ഉഹദുൻ യുഹിബ്ബുന വനുഹിബ്ബുഹു. ഉഹദ് നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഉഹദിനെയും ഇഷ്ടപ്പെടുന്നു. ചരിത്രത്തിൽ പിന്നെയും റസൂൽ തങ്ങളും ഉഹദും തമ്മിലുള്ള ബന്ധങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഉഹദിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവർ 3 നേതാക്കളും മഹാനേതാക്കളുടെയും പാദസ്പർശനേറ്റപ്പോൾ ഉഹദ് പുളകിതയാകുന്നുണ്ട്. ഉഹദിനിങ്ങനെ ഒരു ഇളക്കം വരുന്നുണ്ട്, ഭൂകമ്പം പോലെയുള്ളൊരു തരിപ്പ് വരുന്നുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. നിന്റെ മേൽ ഒരു നബിയും ഒരു സുദ്ദീഖും 2 രക്തസാക്ഷികളുമാണ് ഇപ്പോഴുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. ഒരു നബി, ഒരു സുദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 രക്തസാക്ഷികൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാളും ശത്രുക്കളുടെ
അക്രമം കൊണ്ടാണ് മരണപ്പെടുന്നത്. രണ്ടുപേരും രക്തസാക്ഷികളായി മരിച്ചവരാണ്. അങ്ങനെ ഉഹദ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു അഭിമാനത്തിൻ്റെ മലയാണ്. നമ്മളൊക്കെ ഉംറക്കും ഹജ്ജിനും പോയാൽ ഉഹദ് ശുഹദാക്കളെ സിയാറത്തിന് പോകാറുണ്ട്. പ്രത്യേകമായി സംരക്ഷിച്ച് അവരുടെ മക്ബറകൾ 70 പേരുണ്ട്. അവരുടെ മക്ബറകൾ പ്രത്യേകമായി മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഉഹദിൽ വളരെയേറെ ഈ ഭൂമിശാസ്ത്രപരമായി സ്വാധീനം ചെലുത്തിയ ജബലുർ റുമാത്ത് കാണാം. റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്തുകാർ എന്നർത്ഥം. അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ നിർത്തിയ തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ്. ഉഹദിൻ്റെ 1-ാം ഘട്ടം അങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 50 വില്ലാളികളെ ഉഹദിൻ്റെ പരിസരത്തുള്ള എല്ലാവരും ഉഹദിലേക്ക് കടന്നു വരുന്ന വഴിയുടെ തൊട്ടടുത്തുള്ള വളരെ ഉയരമൊന്നുമില്ലാത്ത ജബലുർ റുമാത്തിൽ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇവിടെ എന്ത് സംഭവിച്ചാലും എൻ്റെ പ്രത്യേകമായ നിർദ്ദേശം കിട്ടാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത്. ഉഹദിൻ്റെ 1-ാം ഘട്ടം തുടങ്ങി. ശത്രുക്കൾക്ക് വലിയ നാശമുണ്ടായി. അവരുടെ നിരതെറ്റി അവർ ഓടി. ഉഹദ് രംഗം ശാന്തമായി. ശത്രുക്കളിൽ നിന്ന് 24 പേർ മരണപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് 23-ഓ 24-ഓ പേർ മരണപ്പെട്ടു. അതോടുകൂടെ യുദ്ധം തീർന്നു, ഒഴിഞ്ഞു. ശത്രുക്കൾ ബദറിന്റെ തനിയാവർത്തനം അനുഭവിച്ചു, ഇറങ്ങിപ്പോയി. എന്തുകൊണ്ട്? ഉഹദിന്റെ ഏതു ഭാഗത്ത് നിന്നാലും ജബലുർ റുമാത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. അസ്ത്രവിദ്യാ വിദഗ്ധരാകുന്ന 50 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മുകളിൽ നിർത്തിയതാണ്. ഉഹദിലേക്ക് വരുന്ന സമയത്ത് 1000 ആളുകൾ ഉണ്ടായിരുന്നു നബിയുടെ കൂടെ. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൈമിനെ പോലെയുള്ള മുനാഫിഖീങ്ങൾ ഹീനമായി പ്രവർത്തിച്ച് സഹാബാ കിറാമിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യഘട്ടത്തിലുള്ള ചില ആളുകളും ഇയാളുടെ അനുയായികളായ മുനാഫിഖീങ്ങളും തെറ്റിദ്ധരണ കൊണ്ട് ഇസ്ലാമിലേക്ക് ആയിടെ കടന്നു വന്ന ചെറിയ ഒരു പക്ഷവും ഉഹദിൻ്റെ മുന്നേ തന്നെ അവർ മടങ്ങിപ്പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്നെപ്പോലെയുള്ള പരിചയസമ്പന്നനായ ആളുകളുടെ വാക്കല്ല മുഹമ്മദ് നബി സ്വീകരിച്ചത്. നേരെ മറിച്ച് കുറേ ചെറുപ്പക്കാരുടെ വാക്കാണ് കേട്ടത്. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധത്തിന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൂടെ ഫിത്നയുണ്ടാക്കുന്നു. അത് തെറ്റിദ്ധരിച്ച് 300 പേർ ആ യുദ്ധാണിയിൽ നിന്ന് പിന്മാറുന്നു. ഇനി 700 പേരാണ് ആകെയുള്ളത്. ഈ മക്കയിൽ നിന്ന് വന്ന ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശത്രുക്കളാണെങ്കിലോ അവർ 3000 പേരും അതിലേറെ കുറേ പ്രവർത്തകരും അവർക്ക് കഞ്ഞിവെപ്പുകാരും ഒക്കെ ഉള്ള വലിയ സംഘമുണ്ട്. ഇതിൽ നിന്നാണ് 50 പേരെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുർ റുമാത്തിൽ നിർത്തുന്നത്. ഇനി 650 പേരാണ് യുദ്ധരംഗത്തുള്ളത് 3000-ത്തെ നേരിടാൻ. എന്നിട്ടും ഉഹദിൻ്റെ 1-ാം ഘട്ടം മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിച്ചു. ശത്രുക്കൾ ഓടി. അവര് ബദർ തന്നെ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ ആളുകൾ ജീവനം കൊണ്ടോടി. ജബലുർ റുമാത്തിന്റെ മുകളിലുള്ള സഹാബി വര്യന്മാർ ഇതിങ്ങനെ കാണുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും യുദ്ധം അവസാനിച്ചൊരു പ്രതീതി വന്നപ്പോൾ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആളുകളെ ചികിത്സിക്കാനും മരണപ്പെട്ട ആളുകളുടെ മയ്യത്ത് സംസ്കരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങി. സ്വാഭാവികമായും യുദ്ധാർജിത സ്വത്തുക്കൾ അവരിങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ജബലുർ റുമാത്തിന്റെ മുകളിലുള്ള സഹാബിവര്യന്മാരിൽ ചില ആളുകൾ അവരുടെ നേതാവാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യുദ്ധം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും കിട്ടി, ഇനി നമ്മളിവിടെ നിൽക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. അവരെല്ലാവരും വലിയ സേവനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾ രോഗികളെ പരിചരിക്കുന്നു, കുറേ ആളുകൾ മയ്യത്ത് സംസ്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു, കുറേ ആളുകൾ വെള്ളവും മറ്റും കൊണ്ടുവന്ന് ആവശ്യമുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിറങ്ങാം. മഹാനുഭാവൻ നിഷേധിച്ചു, പാടില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുദ്ധം കഴിഞ്ഞ് എത്ര രംഗം ശാന്തമായാലും ഞാൻ കൽപ്പിച്ചാൽ മാത്രമേ ഇറങ്ങാവൂ എന്നായിരുന്നല്ലോ, അതുകൊണ്ട് ഇറങ്ങിക്കൂടാ എന്ന് അദ്ദേഹം വാശി പിടിച്ചു പറയുന്നു. പക്ഷേ 40 പേർ ഇറങ്ങി, 10 പേരാണ് അവിടെ ശേഷിച്ചത്. ചരിത്രത്തിന്റെ 2-ാം ഘട്ടം തുടങ്ങുന്നത് അവിടെ. യുദ്ധക്കളത്തിൽ നിന്നും ആരെങ്കിലും അങ്ങിങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ശത്രുപക്ഷത്തിന്റെ യുവാക്കളാകുന്ന നേതാക്കൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പിന്നീട് മഹാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു
ഇസ്ലാമിൻ്റെ ധീരനായ പോരാളിയായി പല യുദ്ധങ്ങളിലും സജീവ സാന്നിധ്യവും അത് വിജയിക്കാനുള്ള ഹേതുകവുമായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കൽ അതും വഹീദിൻ്റെ ഒരു ഫലമാണ്. നമുക്ക് അവിടെ വെച്ച് പറയാൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ പിതാവ് ബദറിൽ കൊല്ലപ്പെട്ടതിൻ്റെ അഗാധമായ ദുഃഖവും ഈർഷ്യതയും വിഷമവും പകയുമായി നടക്കുകയായിരുന്നു. വളരെ ധീരനായിരുന്നു, വില്ലാളിയായിരുന്നു, പിതാവിനെ ഒക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു, അവരുടെ യുവനേതാക്കളിൽ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ ശത്രുക്കളുടെ യുവാക്കൾ സംഘടിക്കുകയും അവർ ജബലുർ റുമാത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടെ ശേഷിച്ചിരുന്ന 10 പേരെ നിഷ്പ്രയാസം വധിക്കുകയും ചെയ്തു. പിന്നീട് ജബലുർ റുമാത്തിൻ്റെ നിയന്ത്രണം അവർക്കായി. ഒന്നാം ഘട്ടത്തിൽ മുശ്രിക്കുകൾ എന്തനുഭവിച്ചോ അത് കൃത്യമായി രണ്ടാം ഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്നു. ജബലുർ റുമാത്തിൽ നിന്ന് പേമാരി പോലെ അമ്പ് വന്നു. വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി, അമ്പേൽക്കും, അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. മുശ്രിക്കുകളിൽപ്പെട്ട ഒരു പ്രമുഖൻ ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് വിശ്വാസികളുടെ ആത്മവിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ വധിച്ചിരിക്കുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഹബീബായ നബിതങ്ങളില്ലാതെ ഇനി എന്തിന് യുദ്ധം ചെയ്യണമെന്ന് അവരാലോചിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ മുറിവേൽക്കുന്നത് പോലും ഒരു ചെറിയ മുള്ളു തറക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത കാരണത്താലാണ് എന്നല്ല, നബിതങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നതിനേക്കാളും ഭേദം എന്നെ കൊല്ലലാണെന്ന് ഉറക്കെ പറഞ്ഞതിൻ്റെ കാരണത്താലാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഹുദൈൽ ഗോത്രക്കാരുടെ അമ്പും കുന്തേറ്റ് മരണപ്പെടുന്നത്. വളരെ ഭീകരമായിരുന്നു മരണം. അദ്ദേഹത്തെ കുരിശ് തറച്ചിട്ടിരിക്കുകയാണ് ഈത്തപ്പനയുടെ മുകളിൽ. എന്നിട്ട് അസ്ത്രവിദ്യയിൽ നിപുണരാകുന്ന ഹുദൈൽ ഗോത്രക്കാരാകുന്ന പ്രാകൃത കാടന്മാർ അമ്പും പിടിച്ച് ചുറ്റുഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. താങ്കളുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നു എന്ന് പറയുക മാത്രം ചെയ്താൽ, അനുയായിയുടെ നാവിൽ നിന്ന് മുഹമ്മദിനെ കുറിച്ച് അങ്ങനെ ഒരു എതിർവാക്ക് കേട്ടാൽ മാത്രം നിന്നെ ഇറക്കിവിടാൻ, നിന്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ എത്തിക്കാം എന്ന് ഹുദൈൽ ഗോത്രക്കാരുടെ നേതാവ് വാഗ്ദാനം ചെയ്യാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സ്ഥലം നീ പറഞ്ഞു തരില്ല, ഞങ്ങൾക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാനുള്ള ഒരു പഴുതും താങ്കളിൽ നിന്ന് കിട്ടൂല എന്ന് പറയാം. ഏറ്റവും ചുരുങ്ങിയത് താങ്കളുടെ സ്ഥാനത്ത് നിന്റെ നേതാവ് മുഹമ്മദ് ആയിരുന്നു എന്നെങ്ങാനും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നെ ഒഴിവാക്കാം. ആ സമയത്ത് ഒരു അട്ടഹാസാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു നടത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എനിക്ക് പകരം ഈ ഈത്തപ്പനയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് പോകട്ടെ, അവിടുത്തെ കാലിലൊരു ചെറിയ മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് ഉറക്കെ പറയാണ് ചെയ്തത്. തുരുതുര അമ്പ് വന്നു. ആ ഈത്തപ്പനക്ക് ചുറ്റുഭാഗവും മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പീസായിട്ട് വീഴുകയാണ്. ഇതാണ് സഹാബികളും റസൂലും തമ്മിലുള്ള ആത്മബന്ധം. അവരും നബിതങ്ങളും തമ്മിലുള്ള സ്നേഹം ഇതിലേറെ വർണ്ണിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ മരണപ്പെട്ടുവെന്ന് ഏതോ ഒരാൾ അവിടെ ആകെ കള്ളപ്രചാരണം നടത്തിയപ്പോൾ മഹാന്മാരായ സഹാബി വര്യന്മാരുടെ ആത്മവിശ്വാസം നശിച്ചത് സ്വാഭാവികം. അവരെല്ലാവരും ആയുധം താഴെ ഇട്ടു. ഇനി എന്തിന് യുദ്ധം ചെയ്യണമെന്ന് അവരാലോചിച്ചു. ഈ അവസരം ശത്രുക്കൾ വളരെയേറെ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാന്റെ 144-ാമത്തെ വാക്യത്തിൽ ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫ ഇമ്മാ തൗഖുതുൽ അൻഖലബതും അലാ അഖാബികും എന്ന് ആയത്തിറങ്ങുന്നത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെയാണ്. മറ്റ് പ്രവാചകന്മാരിൽ അള്ളാഹു നിശ്ചയിച്ച ആയുസെത്തിയവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അഫ ഇമ്മാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു എന്ന് വെക്കുക, ഔ ഖുത്തില അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വെക്കുക, ഇൻഖലബതും അലാ അഖാബികും നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അത് ഈ ഉഹദിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂറത്ത് ആൽ ഇംറാനിലെ 60 ആയത്തുകൾ ഉഹദിനെ കുറിച്ചാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് ആൽ ഇംറാനെ കുറിച്ച് സൂറത്ത് ഉഹദ് എന്നായിരുന്നു പ്രയോഗിച്ചിരുന്നത്. അത്രക്ക് ഉഹദുമായി ബന്ധമുണ്ട് സൂറത്ത് ആൽ ഇംറാനിന്. എന്തായാലും സഹാബി വര്യന്മാർക്ക് വലിയ പരിക്ക് പറ്റുന്നു. അവരിൽ നിന്ന് 70 പേർ രക്തസാക്ഷികളാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20-ൽ പരം 23 ആളുകൾ മക്കക്കാരിൽ നിന്നും രക്തസാക്ഷികളാവുന്നു. യുദ്ധം കഴിഞ്ഞു. സഹാബിവര്യന്മാർക്ക് വലിയ സങ്കടവും വലിയ വിഷമമുണ്ടായി. ആ സമയത്ത് അവരാശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി.
വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ടെൻഷൻ അടിക്കരുത്, വിഷമിക്കരുത്, നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ മുൻഗാമികൾക്ക് കുറേ വിപത്തുകൾ വന്നു പറ്റിയിട്ടുണ്ട്, സ്വാഭാവികമായി നിങ്ങൾക്കും അത് സംഭവിക്കും. അല്ലാതെ അതൊന്നും സംഭവിക്കാതെ തന്നെ നിങ്ങൾക്ക് പരലോകം നേടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊരു ശരിയായ ധാരണയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ദീർഘമായി അവതരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും ഓടി വരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങിയിട്ട് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ എന്ന് പറഞ്ഞ് മുത്തഖീങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ വിശദീകരിച്ച് അവരുടെ നിയമത്തും അവർക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ യംസസ്കും ഖറഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖറഹും മിസ്ലുഹു. ഇപ്പം നിങ്ങൾക്കൊരു പ്രയാസം വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഇതിൻ്റെ മുന്നേ വന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കുറേ നിങ്ങൾ വിജയിക്കും, കുറേ അവർ വിജയിക്കും, പലപ്പോഴും നിങ്ങൾ തോൽക്കും, പലപ്പോഴും അവർ തോൽക്കും. ആത്യന്തികമായ വിജയമാണ് പ്രാധാന്യം എന്നുള്ളത്. ജയപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ജയപരാജയങ്ങൾ മാറ്റുന്നത്? വലിയുമഹിസ്സല്ലാഹുല്ലദീന ആമനു വയഹ്മഖൽ കാഫിരീൻ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം? വലമ്മാ യഅലമുല്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. ആരാണ് ക്ഷമിക്കുന്നവർ എന്നും ആരാണ് നിങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് യുദ്ധരംഗത്ത് പിടിച്ചു നിൽക്കുന്നവർ എന്നും പടച്ച റബ്ബ് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ സ്വർഗത്തിൽ കയറാമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? വലഖദ് കുൻതും തമന്നൂനൽ മൗത മിൻ ഖബൽ അൻ തൽഖൗഹു ഫഖദ് റഅയ്തുമുഹു വഅൻതും തൻദുറൂൻ. നിങ്ങളിതിൻ്റെ മുന്നേ മരണം കൊതിക്കുന്നവരാണ്, ധീരരായിരുന്നു നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്നുള്ള ഒരു കിംവദന്തി കേൾക്കുമ്പോഴേക്ക് നിങ്ങളൊക്കെ ആത്മവിശ്വാസം നശിക്കാൻ പേടുണ്ടോ? ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ മാ കാന നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. കൃത്യമായ അവധിയിലെ ഏത് മനുഷ്യനും മരിക്കുള്ളൂ. അള്ളാഹു തീരുമാനിച്ച രക്തസാക്ഷികളുടെ അവധിയാണ് ഉഹദ്. അതുകൊണ്ട് അവർക്ക് അത് കിട്ടി. ഒമയുരിദ് സവാബദ് ദുന്യാനു ഉറ്റി. ആരെങ്കിലും ഈ ദുന്യാവാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് കിട്ടും. എന്നാൽ ഒമയുരിദ് സവാബൽ ആഖിറനു ഉത്തിഹി മിൻഹാ. അവർ ആഗ്രഹം പരലോകത്തെ ബന്ധപ്പെടുത്തുന്നവർക്ക് അതും കിട്ടും. സനജ്സി ഷാക്കിരീൻ. നന്ദി ചെയ്യുന്നവർക്ക് അള്ളാഹു നന്നായിട്ട് പ്രതിഫലം ചെയ്യും എന്നിങ്ങനെ തുടങ്ങിയിട്ട് 60 സൂക്തങ്ങളാണ് ഉഹദുമായി ബന്ധപ്പെട്ട് സൂറത്ത് ആൽ ഇംറാനിൽ അവതരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2ാം ഘട്ടം കഴിഞ്ഞു. പിന്നീട് 3ാം ഘട്ടമുണ്ട് ഉഹദിന്. അത് ആത്യന്തികമായി വിശ്വാസികളെ സഹായിച്ചതാണ്. വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായൊരു ആശ്വാസം നൽകുന്നു, ഒരു നിദ്ര നൽകുന്നു. അതിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നതോടുകൂടെ അവർക്ക് എല്ലാവിധ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്നു. പിന്നീട് അവരുടെ ജീവിതം പതിയെ പതിയെ അവർ പതിവ് പോലെ അവർ കരുപ്പിടിപ്പിച്ചു കൊണ്ടുവരുന്നു. മദീന രാഷ്ട്രം പിന്നെയും സജീവമാകുന്നു. കച്ചവടവും കൃഷിയുമൊക്കെ പിന്നെയും പിന്നെയും മദീനയിൽ വളർന്നു വരുന്നു. ഉഹദുമായി ബന്ധപ്പെട്ട് 3ാം ഘട്ടത്തിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നേരിട്ടൊരു യുദ്ധം ചെയ്തിട്ടുള്ള ഘട്ടമല്ല. നേരെ മറിച്ച് ഉഹദിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശത്രുക്കൾക്ക് ബദറിലേറ്റ മാനക്കേട് കഴുകിക്കളയാൻ ഉഹദ് നിമിത്തായി എന്നുള്ളത്. നല്ലോണം ശ്രദ്ധിക്കണം. ശത്രുക്കൾക്ക് ബദറിലുണ്ടായ മാനക്കേട്, ശത്രുക്കളുടെ നേതാക്കളൊക്കെ തീർന്നു. ഉത്തുബത്തും ഷൈബത്തും വലീദും ഒക്കെ പോയി. അതുവഴി അവർക്ക് വലിയൊരു മാനക്കേട് ബദറിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാനക്കേടുമായി, അതിൻ്റെ പകയുമായി, വിദ്വേഷവുമായി നീറിപ്പുകഞ്ഞ് നടക്കുകയായിരുന്നു മക്കയിലെ ഓരോ യുവാവും ഓരോ യോദ്ധാവും. ഇതങ്ങനെ തന്നെ തുടരുകയായിരുന്നുവെങ്കിൽ, ഉഹദ് സംഭവിക്കുന്നില്ലെങ്കിൽ, ഉഹദിൻ്റെ അനന്തരഫലം നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശ്വാസികൾക്ക് വലിയ മുറിവേൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ പകയും വിദ്വേഷവുമായി മക്കയിലെ ഓരോ മനുഷ്യനും ജീവിക്കുമായിരുന്നു. അവർ ഇസ്ലാമിനെ കേൾക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താല്പര്യത്തോടുകൂടെ പഠിക്കൂല. എപ്പോഴും അവരുടെ മനസ്സിൽ ഈ കനൽ കത്തിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പ്രതികാരത്തിൻ്റെ വിഷയത്തിൽ വളരെ മുന്നിലും ആവേശവും കാണിക്കുന്നവരാണവർ. നൂറുകണക്കിന് വർഷങ്ങളൊക്കെ അവർ തുടർച്ചയായി യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് വർഷം. എന്തിനാണ് യുദ്ധം ആരംഭിച്ചതെന്ന് പിന്മുറയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് അറിയുക പോലുമില്ല. എന്നാലും പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അവരങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കും. അത്രക്ക് പ്രതികാരാഗ്നി സൂക്ഷിച്ചിരുന്നവരായിരുന്നു അവർ. ബദറിൽ അവരുടെ നേതാക്കളൊക്കെ പോയി. വലിയ മാനഹാനി വന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലത കൊണ്ട് മാത്രം പിടിക്കപ്പെട്ട 70 പേരെ മുത്തറസൂൽ വിട്ടയച്ചു. ഈ ഒരു മാനക്കേട് അവരുടെ യാത്രക്ക് പോകുമ്പോഴൊക്കെ അവരനുഭവിച്ചു. തലതാത്തിയാണ് അവർക്ക് ഷാമുക്ക് പോകേണ്ടി വന്നത്. കാരണം വലിയ വീരന്മാരും വില്ലാളികളുമായിട്ട് അറിയപ്പെട്ടിരുന്ന ആളുകൾ വളരെ ദുർബലരും നിരായുധരുമാകുന്ന തങ്ങളെക്കാൾ 1/3 മാത്രം വരുന്ന വിശ്വാസികളോട് പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെ വാപ്പാൻ ഓർക്കുമ്പത്തിന് ഇക്രിമയുടെ കണ്ണ് നിറയും, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയും. ഇതിന് പ്രതികാരം തീർക്കണം, വീട്ടണം എന്ന് കരുതി നീറിപ്പൊകഞ്ഞാണ് അവർ 1 വർഷം കഴിഞ്ഞത്. ഉഹദിൽ അവർക്കത് സാധ്യമാകുന്നു. അതോടുകൂടെ അവരുടെ ഈ ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സ് രൂപപ്പെടുന്നു. പ്രതികാരം തീർന്നു, ഇനി എവിടെയൊക്കെ അഭിമാനത്തോടെ നടക്കാം, ആരുടെ മുമ്പിലും ഞെളിഞ്ഞു നിൽക്കാം. കാരണം ബദറിനേറ്റത് ഞങ്ങൾ ഉഹദിൽ കണക്കിന് കൊടുത്തിട്ടുണ്ട്. കൃത്യം 70 പേരാണ് ബദറിൽ ശത്രുക്കളിൽ നിന്ന് മരണപ്പെട്ടതെങ്കിൽ ഉഹദിൽ നേരത്തെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതുപോലെ 70 പേർ വിശ്വാസികളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവരുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറഞ്ഞു. സത്യത്തിൽ അവരുടെ വിഷമവും ഈർഷ്യതയും വിദ്വേഷവും തീർന്നു. പതിയെ 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 അവർ മുസ്ലിങ്ങളെ കേൾക്കാൻ തുടങ്ങി, ഇസ്ലാമിനെ അറിയാൻ തുടങ്ങി. ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉഹദിന്റെ നായകൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വലിയ വലിയ നേതാക്കളെല്ലാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തി. ഉഹദ് സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ഈ ഒരു വിദ്വേഷവും ഈ ഒരു പ്രതികാര വാഞ്ചയുമായി അവർ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കുമായിരുന്നു. ഉഹദോടുകൂടെ ആശ്വാസമായി. അതോടുകൂടെ സഹാബി വര്യന്മാർക്ക് അവർ പ്രതീക്ഷിച്ച സ്വർഗം കിട്ടി. അവിശ്വാസികളായിരുന്ന മക്കക്കാർക്ക് അവർ പ്രതീക്ഷിച്ച വിധം പ്രതികാരം വീട്ടാനും കഴിഞ്ഞു. അതോടുകൂടെ ഹൃദയം ശാന്തായി. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. കൂട്ടം കൂട്ടമായി അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം അതാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ വികാസം ഇത്രമേൽ മനോഹരമാകില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടായിരിക്കും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ പൂർവികരാകുന്ന പണ്ഡിതന്മാരെ മൊത്തം പഠിച്ച് അവിടുന്ന് പറയുന്ന ഒരു ഉഹദിൻ്റെ ഫലങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലെ ചിലതൊക്കെ നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, വകാന ഫീ ഖിസ്സത്തി ഉഹദ് വമാ ഉസീബ ബിഹിൽ മുസ്ലിമൂന ഫീഹാ മിനൽ ഫവായിദ് വൽ ഹിക്മുർ റബ്ബാനിയ അഷ്യാ അദീമ. ഉഹദിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉഹദിൻ്റെ അനന്തര ഫലവും പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൈവികമായ കുറേ തന്ത്രങ്ങളും കുറേ ഫലങ്ങളും കുറേ ശ്രേഷ്ഠമായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിൻഹ തഅരീഫുൽ മുസ്ലിമീന സൂഅ ആഖിബത്തുൽ മഅസിയത്തി വശുഉമി ഇർതികാബിൻ നഹി. അതിൽപ്പെട്ട ഒന്നാമത്തേത്, കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം വളരെ വിഷമം പിടിച്ചതായിരിക്കുമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കൽ. ഇതിൽ പങ്കെടുത്ത വിശ്വാസികളെ മാത്രമല്ല, എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കൽ. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം വളരെ ദയനീയമായിരിക്കുമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉഹദിൽ നിന്ന് ആ അസ്ഹാബുർ റുമാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്ത് നടത്താൻ വേണ്ടി നിയോഗിച്ച ആളുകൾ ഇറങ്ങി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഉഹദിനെ കുറിച്ച് നമ്മൾ പറയുന്നത് മറ്റൊരു രീതിയിലാകുമായിരുന്നു. അവരിറങ്ങി വന്നു, അതും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അവരിറങ്ങി വന്നു, അവരും ഇജ്തിഹാദ് നടത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഇറങ്ങരുത് ഞാൻ പറയാതെ എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ യുദ്ധമൊക്കെ തീർന്നു, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ ഗവേഷണം നടത്തിയതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെ എതിർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വിരുദ്ധം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് വിശ്വാസികളെ പഠിപ്പിക്കലാണ് ഉഹദിൻ്റെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, അന്നാദത്തുർ റസൂലിയൻ തുബ്തല വതകൂന ലഹൽ ആഖിബ വൽഹിക്മത്തു ഫി ദാലിക അന്നഹു ലം യൻതസറു ദായിമൻ ദഖല ഫിൽ മുഅ്മിനീന മൻ ലൈസ മിൻഹും. പ്രവാചകന്മാരുടെ ചര്യ തന്നെ എന്താണ്? അവർ പലപ്പോഴും സഹായിക്കപ്പെടും, പലപ്പോഴും പരീക്ഷിക്കപ്പെടും, പലപ്പോഴും സഹായം ലഭിക്കും അവർക്ക്, പലപ്പോഴും നല്ല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എന്തിനാണിത്? എപ്പോഴും അവർക്ക് സഹായം തന്നെ കിട്ടിയാൽ
വിശ്വാസികളെന്ന വ്യാജേന കുറേ ആളുകൾ അവരുടെ ഇടയിൽ ജീവിക്കും. ആനുകൂല്യങ്ങളൊക്കെ പറ്റി സക്കാത്തും ഗനീമത്തും ഒക്കെ നേടി അവരുടെ ഇടയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഇടക്കിടക്ക് പരാജയം വരികയാണെങ്കിൽ, പരീക്ഷണം വരികയാണെങ്കിൽ ഇത് സഹിക്കാൻ യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കേ സാധിക്കുള്ളൂ. ബദറിലേക്ക് പോകുമ്പോൾ മുനാഫിഖീങ്ങൾ പിരിഞ്ഞു പോരുന്നുണ്ട്. ഉഹദിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് 300 മുനാഫിഖീങ്ങൾ പിരിഞ്ഞു പോരുന്നുണ്ട്. എന്തുകൊണ്ട്? ശരീരത്തെ ഇളക്കി പണിയെടുക്കാനും ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വിഷമം സഹിക്കാനും യഥാർത്ഥ വിശ്വാസമുള്ളവർക്കേ സാധിക്കുള്ളൂ. അവരെ തിരിച്ചറിയാൻ പ്രവാചകന്മാരെ അള്ളാഹു ഇടക്കിടക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിത്യമായി അവരെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചില അഭാഗങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വരും. അപ്പോൾ ഇടക്കിടക്കൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങൾ സഹിക്കൽ ഒറിജിനൽ വിശ്വാസികളാകുമ്പോൾ ഉള്ളിൽ അവിശ്വാസം ഉള്ളിലൊതുക്കിക്കൊണ്ട് കൂടുന്ന വർഗവഞ്ചനക്കാർ തിരിച്ചറിയപ്പെടും. അതിനുവേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു പലപ്പോഴും പരീക്ഷിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന ഫീ തഅഖീർ നസ്രി ഫീ ബഅദിൽ മവാത്തിനി ഹൽമൽ ലിന്നഫ്സി വകസറൽ ലിശഹമാത്ത്. ചില രംഗങ്ങളിൽ സഹായം പിന്തുന്നത് വിശ്വാസികളുടെ ധാരണകൾക്ക് വിരുദ്ധമായി അങ്ങനെ സംഭവിക്കുന്നത് അവരെ കൊണ്ട് തന്നെയാണ് ഈ വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരു ദുർബല നിമിഷത്തിനും തോന്നാതിരിക്കാനാണ്. വിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഉടനെ ധാരാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നും, നമ്മളെ കൊണ്ടാണ് എല്ലാ സംഗതികളും നടന്നു പോണത്. അങ്ങനെ വരാതിരുത്, ഇടക്കിടക്ക് പരാജയം ഉണ്ടാവണം. അതോടൊപ്പം അന്ന ഷഹാദത മിൻ അലാ മറാത്തിബിൽ ഔലിയാഇ ഫസഖാഹാ ഇലൈഹിം. രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്തവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും നല്ലൊരു ഗുണമാകുന്നു. അതിലേക്ക് അവർ അള്ളാഹു കൊണ്ടുപോകും. അപ്രകാരം തന്നെ അന്നഹു അറാദ ഇഹ്ലാക അഅദാഇഹി ഫഖയ്യദ ലഹുൽ അസ്ബാബ അല്ലദി യസ്തജീബൂന ഫി ദാലിക മിൻ കുഫ്രിഹിം വബുഗയിഹിം വതുഗ്യാനിഹിം മിൻ അദാഉലിയാഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇടക്കിടക്ക് അന്നഹു അറാദ ഇഹ്ലാക അഅദാഇഹി, അങ്ങനെ അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ചില യുദ്ധങ്ങളിലൊക്കെ അവർ പങ്കെടുക്കും, ചില യുദ്ധങ്ങളിലൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ അവരെ നേരാവണ്ണം തിരിച്ചറിയാൻ പറ്റും. വിശ്വാസികൾക്ക് അതനുസരിച്ച് പ്രവർത്തനത്തെ ക്രമീകരിക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഉഹദിൽ നിന്ന് നമുക്ക് പഠിക്കാനെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നു. ഇതുപോലെ സാദുൽ മഅദിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ സത്യസന്ധനായ വിശ്വാസിയെയും മുനാഫിക്കായ കള്ളനെയും തിരിച്ചറിയാനുള്ള മാർഗമായിരുന്നു ഇതെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. മൊത്തത്തിൽ വിശ്വാസികൾക്ക് നിരവധിയായ പാഠങ്ങളാണ് ഉഹദ് പകർന്നു നൽകിയത്. അതിൻ്റെ ശേഷം അവരുടെ വിശ്വാസ്യതയെ വളരെയേറെ കാച്ചിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഇനി ഒരിക്കലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംറിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. മഹാനായ സഹാബി വര്യന്മാരുടെ ധീരമായ ത്യാഗങ്ങൾ ഉഹദിൽ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഇരിക്കുകയും അവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്ത പ്രത്യേകമായൊരു സ്ഥാനം ഇന്ന് അങ്ങനെ തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ട്. മദീനയുടെ പ്രാന്തങ്ങളിൽ അവിടെ വരികയും അവിടെ എല്ലാവരെയും കൂട്ടിയിട്ട് ഹബീബായ നബി തങ്ങൾ പ്രഭാഷണം നടത്തുകയും ബദറിൽ പങ്കെടുത്ത് ഉഹദിൽ പങ്കെടുത്ത് ക്ഷീണം സംഭവിച്ചൊരു സഹാബി വര്യൻ കടന്നു വരുമ്പോൾ ഒന്ന് വിശാലത കാണിച്ച് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുമെന്ന് റസൂൽ തങ്ങൾ പറയുകയും, അങ്ങനെ നിങ്ങളൊരു മജ്ലിസിൽ ഇരിക്കുകയാണെങ്കിൽ വേറൊരാൾ കടന്നു വരുമ്പോൾ അവർക്ക് വിശാലത നൽകണം എന്ന് പറയുന്ന ആയത്തിറങ്ങുകയും ആ പള്ളിക്ക് അങ്ങനെ തന്നെ ഫസ്ഫഹു, നിങ്ങൾ വിശാലത കാണിക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്ന് ഉള്ള ആയത്തിറങ്ങിയതുകൊണ്ട് മസ്ജിദുൽ ഫസ്ഫഹു എന്ന് പ്രത്യേകമായി പേര് വരുന്നതും ഒക്കെ ചരിത്രത്തിലുണ്ട്. നമ്മുടെ പൂർവികർ ദീനിനു വേണ്ടി നടത്തിയ വലിയൊരു ത്യാഗത്തിൻ്റെ പേരാണ് ഉഹദ്. അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ നേടേണ്ട കുറേ ആത്മീയ പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ നിരന്തരമായി വരും. അമ്മസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും. അങ്ങനെയാണ് ഖുർആൻ്റെ ഒരു ഭാഗം. പൂർവികർക്ക് വന്ന് സംഭവിച്ചത് നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ വളരെ സിമ്പിളായി സ്വർഗത്തിൽ കയറാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സമാനമായ വേറെയും സൂക്തങ്ങളുണ്ട്. കൂടുതൽ ഉദ്ധരിച്ച് ഞാൻ സമയമെടുക്കുന്നില്ല. നമ്മുടെ മുന്നിലും നിരവധിയായ ഉണ്ട്. സാമ്പത്തികമായ പരീക്ഷണങ്ങളുണ്ടാകും, ആരോഗ്യപരമായ പരീക്ഷണങ്ങളുണ്ടാകും,
ആത്മഹത്യയിൽ അഭയം നേടുന്ന, അഭയം കാണുന്ന ഒരു പ്രവണത ഇന്ന് ആധുനിക കാലത്ത് വർദ്ധിച്ചു വരുന്നു. പലപ്പോഴും മുസ്ലിം പേരുള്ളവർ പോലും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയായിരുന്നു അത്, ഒരിക്കലും പാടില്ലാത്തതാണത്. എന്തുകൊണ്ട്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അള്ളാഹുവിൻ്റെ ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. അത് അവനാണ് തിരിച്ചെടുക്കേണ്ടത്. നമ്മളതിൽ ആത്മഹത്യ പോലുള്ള പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹു നൽകിയ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. അത് കഠിനമായ ഹറാമാണ്, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും. അപ്പോൾ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ ബദറിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു അവർ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഓർമ്മയിൽ വരണം. വലിയ ആശുപത്രി സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ഘട്ടത്തിൽ നന്നായിട്ട് മുറിവേറ്റു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നമുക്ക് വിഷമം വരുമ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു സന്തോഷം ഇല്ലാണ്ടാവും. ഇപ്പോൾ നമ്മളെങ്ങാനും അങ്ങോട്ട് പോവാതിരുന്നാൽ അത് കാണാൻ പറ്റൂല, ഇത് കേൾക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ സംഘർഷം വരും. ഹബീബായ നബി തങ്ങളുടെ തീരുമാനവും നമ്മുടെ തീരുമാനങ്ങളും വിരുദ്ധമായിട്ട് വരും ചിലപ്പോഴൊക്കെ. അസമയത്ത് ആ സമയത്ത് ഉഹദിന്റെ നമ്മുടെ മനസ്സിലേക്ക് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമായി അവർ ഇറങ്ങി വന്നതുകൊണ്ടാണ് പിന്നീടുണ്ടായ മാരകമായ വിപത്തുകളെല്ലാം സംഭവിച്ചത്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട യുദ്ധമാണ് ഉഹദ്. അവിടുത്തെ നെറ്റിത്തടത്തിൽ തൻ്റെ അങ്കിയുടെ ഒരു വളഞ്ഞ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കയറിപ്പോയി. അവിടുത്തെ മുൻപല്ല് പൊട്ടി, പലയിടങ്ങളിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഘട്ടങ്ങളിൽ തളർന്നുപോയി. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അവസരോചിതം അള്ളാഹിൻ്റെ റസൂലിനെ താങ്ങിയെടുത്ത് തോളിൽ കടത്തി ഉഹദിൻ്റെ മുകളിലേക്ക് പതിയെ പതിയെ വെച്ച് കയറുന്നുണ്ട്. ശത്രുക്കൾ കൂട്ടമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തകർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നബി തങ്ങളെ നിലത്ത് വെച്ചിട്ട് ഉഹദ് യുദ്ധത്തിൽ വർണ്ണിക്കാനാവാത്ത വിധം തൽഹത്ത് ബിൻ ഉബൈദില്ല പോരാടുന്നുണ്ട്. ശത്രുക്കൾ ദൂരെ കോടിയിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് അവിടുത്തെ ചുമലിൽ കയറ്റി രക്തം ഇങ്ങനെ ഒഴുകുന്ന റസൂൽ തങ്ങളെ ചുമലിലേറ്റി ഉഹദിൻ്റെ ഉച്ചിയിലേക്ക് പതിയെ 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 ദീനിൻ്റെ സംരക്ഷണാർത്ഥം നമ്മളെപ്പോലെ മജ്ജയും മാംസവും മോഹങ്ങളും പ്രതീക്ഷയും കുടുംബമുള്ള തൽഹത്ത് ബിൻ ഉബൈദില്ല കയറിപ്പോകുന്നുണ്ട്. പിന്നെയും വരും ശത്രുക്കൾ, പിന്നെയും അദ്ദേഹം പ്രതിരോധിക്കും. നിരവധിയായ ഘട്ടം ഇങ്ങനെ പോരാടി പോരാടി ഉഹദിൻ്റെ ഉച്ചിയിൽ സുരക്ഷിതമായൊരിടുക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ച് മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ല ജീവിതത്തിൽ താൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ബോധം കെട്ടൊരു കുഴിയിലേക്ക് വീഴുന്നുണ്ട്. വമിൻഹും മൻ ഖളാ നഹ്ബഹു. അതേക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിട്ടു ഷഹീദും യംശി അലൽ അർദ്, ജീവിക്കുന്ന രക്തസാക്ഷി. ഇങ്ങനെയുള്ള നിരവധിയായ മഹാന്മാരുടെ പോരാട്ട വീര്യത്തിന്റെ കഥ കൂടെയാണ് ഇത്. പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഉഹദീങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ബുദ്ധിമുട്ടുണ്ടായി ആത്മഹത്യയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ മഹാന്മാരാകുന്ന പൂർവികർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരണം. പൂർവികരെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പല വിദഗ്ധക്കാരുടെയും ജീവിത ലക്ഷ്യം തന്നെ. അതിലവർ പതിയെ പതിയെ വിജയിച്ചു വരുന്നതിൻ്റെ അടയാളമാണ് ആത്മഹത്യ കൂടുന്നത്, ചാടിപ്പോക്ക് വർദ്ധിക്കുന്നത്. പലരും വിവിധ പ്രലോഭനങ്ങളിൽ വഴങ്ങി പരിശുദ്ധ ഇസ്ലാമിനെ തന്നെയും നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. വിദഗ്ധ കൂടുന്നതിൻ്റെ ആത്യന്തിക ഫലമാണത്. പൂർവികരോടുള്ള സ്മരണയും സ്നേഹവും ഇല്ലാതെയാക്കാനാണ് അവർ ശക്തമായി പ്രവർത്തിച്ചത്. അതൊരിക്കലും വിജയിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തെയും നമുക്ക് ബന്ധമുള്ളവരെയും നമ്മൾ ഓരോരുത്തരും സംസ്കരിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അവരുടെ വിശ്വാസ്യദാർഢ്യമാണ്. ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പോയി ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് ഇസ്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ദുർബല മനസ്കരാവരുത് നമ്മൾ. മദ്രസയിൽ നിന്ന് ഇത്തിരിയൊക്കെ പഠിച്ചതാണ്, അതങ്ങനെ മറന്നുപോവുകയും ചെയ്തു. അതന്നെ കർമ്മശാസ്ത്ര പ്രാധാന്യമുള്ളതും ഖുർആൻ ഓർദലിനുള്ള നിയമങ്ങളൊക്കെ ആയിരുന്നു കാര്യമായിട്ട് പഠിച്ചത്. അല്ലാതെ ദാർശനികമായിട്ടും അഖീദാപരമായിട്ടൊന്നും ആ ചെറിയ പ്രായത്തിൽ വല്ലാതൊന്നും പഠിക്കൂല. അതന്നെ മറന്നുപോവുകയും ചെയ്തു. പരീക്ഷ എഴുതി എടുത്തു വെച്ചതാണ്. ഈ ഒരു ചെറിയ ജ്ഞാന പരിചയം വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാക്കഥ പറയുമ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധികളാവരുത് നമ്മൾ. അതും മുഹീദിന്ന് പഠിക്കണം.
അതും മുഹദിൽ നിന്ന് പഠിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫാസിഖ് ഒരു വൃത്താന്തമായി നിങ്ങളെ സമീപിച്ചാൽ ഫതബയ്യനൂ, അത് കൃത്യമായി പരിശോധിച്ചറിയണം. ഇന്നീ ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദ് നബിയെ കൊന്നു എന്നൊരുത്തം വിളിച്ചു പറയുമ്പോൾ ഇത് ഫാസിഖായ മനുഷ്യനാണ്, ഇത് ശത്രുവാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം എന്ന് മഹാന്മാരായ സഹാബിവര്യന്മാർക്ക് നബിയെ ഞാൻ വധിച്ചു എന്ന് പറയുമ്പോഴേക്ക് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവർ തകർന്നു പോയത് സ്വാഭാവികം മാത്രം. പക്ഷെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട്, ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോട്, മക്കളെക്കുറിച്ച് പിതാവിനോട്, ഉമ്മയോട്, സഹോദരന്മാരെ പരസ്പരം പറഞ്ഞു തെറ്റിക്കുന്ന നമീമത്തിന്റെ പരിപാടി നടക്കുമ്പോൾ കേൾക്കുന്ന മാത്രയിൽ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കല്ല. മോമെന്ന് പറഞ്ഞു തന്നു മൂത്തപ്പനെ കുറിച്ച്, എന്നെ അങ്ങാടിയിൽ ജനമധ്യ വെച്ചിട്ട് പരിഹസിച്ചു എന്ന്. അതോടുകൂടെ തൻ്റെ സ്വന്തം ജ്യേഷ്ഠന് ഫോൺ വിളിക്കുന്നു, ഇനി ഓൻ്റെ കാര്യം ഈ നോക്കണ്ട, ഓനൊക്കെ വേണ്ടത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കുടുംബം കലക്കുന്നു, തെറ്റിപ്പിരിയുന്നു. ഇതല്ല വേണ്ടത്. ഈ മോൻ പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് പരിശോധിക്കണം. സത്യത്തിൽ കൂട്ടുകാരോടൊപ്പം തീരെ കാണാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ച് വീട്ടിൽ പോടാന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ മകൻ വന്നത് അവതരിപ്പിച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് എന്നെ മാനം കെടുത്തി മൂത്താപ്പാന്നായിരിക്കും. ഉഹദിൽ നിന്ന് സഹാബി വര്യന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു എന്ന് വൃത്തികെട്ട ഒരുത്തം വിളിച്ചു പറഞ്ഞപ്പോൾ അവരും റസൂലും തമ്മിലുള്ള വർണ്ണിക്കാനാവാത്ത ബന്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിയില്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിലുണ്ട്. മുത്തറസൂലിൻ്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്ന് ചരിത്രത്തിൽ പ്രസിദ്ധനാവുന്നത്. ബിലാലിന് ഞാൻ പറയുമ്പോഴേക്ക് നിങ്ങളെല്ലാവരും തൗളിയത്ത് ചെല്ലുന്നത്. നിങ്ങൾ മാത്രമല്ല, ഈ ഉമ്മത്തിൻ്റെ പൂർവികരെല്ലാവരും ചെല്ലി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സയ്യിദുന എന്ന് പറഞ്ഞു. ഉന്നത കുലജാതനാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നു. സ്വർണത്തിൻ്റെ കളറുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നീഗ്രോ വംശജനായി കറുത്ത ബിലാൽ ഇബ്നു റബാഹ് കടന്നു വരുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. സയ്യിദുന എന്ന് അവർ പ്രഖ്യാപിച്ചു. അവർ മുദ്രാവാക്യം വിളിച്ചു, അബൂബക്കറുൻ സയ്യിദുന വഅതഖ സയ്യിദന. അറബികളുടെ സഹാബിവര്യന്മാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു ഇത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പുകഴ്ത്തുകയാണ്. അബൂബക്കറുൻ സയ്യിദുന, അബൂബക്കർ തങ്ങൾ ഞങ്ങളുടെ നായകനാണ്. വഅതഖ സയ്യിദന, ഞങ്ങളുടെ നായകരാകുന്ന ബിലാൽ ഇബ്നു റബാഹിനെ രക്ഷപ്പെടുത്തിയതും മോചിപ്പിച്ചതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. മുത്തറസൂലിൻ്റെ ഓരം ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് നീഗ്രോകൾ ജീവിച്ച് പലർക്കും വേണ്ടി ജീവൻ ത്യജിച്ച് കഠിനാധ്വാനം നടത്തി പിരിഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അവരെ ആരെയും ചരിത്രത്തിന് പരിചയമില്ല. ബിലാൽ ഇബ്നു റബാഹിനെ അറിയാം. കറുത്ത കുറേ നേതാക്കളെ ഇസ്ലാം മുത്തുറസൂലിനോടുള്ള പ്രണയം കൊണ്ട് ലോകത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് ബിനുൽ ഹാരിസ ഹിബ്ബുർ റസൂൽ എന്ന് പ്രസിദ്ധനായി. ഹിബ്ബുർ റസൂൽ എന്ന് പ്രസിദ്ധനായി. ദളിതനായതുകൊണ്ട് പോലീസ് തന്നെയും ആക്രമിച്ചു കൊല്ലുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയും വീഡിയോയും കണ്ട് നമ്മുടെ കണ്ണ് നനയുന്നുണ്ട് ഈ ആധുനിക കാലത്ത്. ദളിതനായി എന്നതുകൊണ്ട് മാത്രം 4-5 പോലീസ് ഓഫീസർമാർ തുരുതുരാ തല്ലിയിട്ട് ആ കുഞ്ഞ് മരിച്ചു വീഴുന്നതിൻ്റെ വീഡിയോ പ്രചാരത്തിലുണ്ട്. ഇപ്പോഴും അമേരിക്കയിൽ ഇടക്കിടക്ക് സമരം നടക്കുന്നു. ഈ കറുത്ത വർഗക്കാരോടുള്ള അനീതി അവസാനിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് പോലീസ് ഓഫീസറാണ് ഒരു കറുത്ത വർഗക്കാരൻ്റെ കഴുത്തിൽ തൻ്റെ മുട്ടുംകാല് കൊണ്ട് ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് അയാളെ കൊന്നു കളയണത്. അതിനെ തുടർന്നായിരുന്നു അവിടെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. ഇന്നും വലിയ പരിഷ്കാരികൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും വർണ്ണവിവേചനം വളരെ മാരകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരം ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം ചരിത്രത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന ജാജ്വല നക്ഷത്രമാണ്.
ബിലാൽ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗം ഈ വേദിയിലാണെന്ന് തോന്നുന്നു. മുമ്പ് ഞാൻ വിശദീകരിച്ചിരുന്നു. തൻ്റെ വിമോചകൻ പ്രത്യക്ഷനായിട്ടുണ്ട്, ഒന്ന് പോയി കാണണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. വലിയൊരു പ്രതിസന്ധി ഉള്ളത്, ഒന്ന് ഉമയ്യത്തിൻ്റെ അടിമയാണ്, അറിഞ്ഞാൽ അയാൾ പീഡിപ്പിക്കും. അതത്ര വിഷയമല്ല, കാരിരുമ്പിൻ്റെ ശരീരമാണ്, സഹിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം വളരെ മാരകമാണ്, ഒട്ടുടുക്കാനൊരു തോർത്തുമുണ്ട് പോലുമില്ല. എങ്ങനെ മുത്തറസൂലാകുന്ന മാന്യരിൽ മാന്യൻ്റെ സഹസിലേക്ക് കടന്നു പോവാം? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പച്ച ഈത്തപ്പനത്തണ്ട് കുത്തിച്ചതച്ചിട്ട് അതിങ്ങനെ മടഞ്ഞിട്ട് കൊട്ട പോലെയാക്കിയിട്ട് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടിവെക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക വസ്ത്രം. മഹാനുഭാവൻ ഒരു കാര്യം തീരുമാനിച്ചു, അമാവാസി വരട്ടെ എന്ന്, ഇരുട്ടുള്ള രാത്രിയിൽ പോയി കാണാം. എൻ്റെ ശരീരവും കറുപ്പ്, പ്രകൃതിയും കറുപ്പ്, ആരും കാണൂല എന്ന് വിചാരിച്ചു മഹാൻ. അങ്ങനെയാണ് റസൂൽ സ്വകാര്യമായ ദഅവത്ത് നടത്തുന്ന വീടിൻ്റെ മുന്നിലെത്തിയിട്ട് ഒച്ചാനക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ അൻത എന്ന് ചോദിക്കുന്നു, ആരാ പുറത്തു നിന്ന്? അന ബിലാൽ ഇബ്നു റബാഹ്, ബിലാൽ ഇബ്നു റബാഹാണ്, അങ്ങേ കാണാമെന്നിരിക്കുന്നു. മർഹബയ്യ ബിലാൽ, കയറി വരൂ ബിലാൽ. മുത്തറസൂൽ സ്വാഗതം പറയുന്നു. പക്ഷെ ബിലാൽ കയറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം പഴുത്ത് നാറുന്നുണ്ട്. ഒട്ടകത്തൊഴുത്തിലാണ് കിടക്കുന്നത്, ഒട്ടകത്തൊഴുത്തിലാണ് താമസം. ഒട്ടകത്തിൻ്റെ മൂത്രവും മലവും ശരീരത്തിൽ പറ്റിപ്പിടിച്ച് മാസങ്ങളോളായി കുളിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഠിനാധ്വാനം, അതിൻ്റെ വിയർപ്പ്. ഈ ഒരു ശരീരത്തോടുകൂടെ എങ്ങനെയാണ് ഹബീബായ നബി തങ്ങളെ ഞാൻ സമീപിക്കുക? മുത്തറസൂൽ പിന്നെയും നിർബന്ധിപ്പിച്ചപ്പോൾ ബിലാൽ തങ്ങൾ ആ വീടിൻ്റെ കതക് ചാരിവെച്ച ഭാഗം മാറ്റിവെച്ച് മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാ കിറാമുകളോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിലേക്ക് വാതിൽ തുറന്നിട്ട് ഈ നിഗ്രോയായ മനുഷ്യൻ ആകെ മാലിന്യമുള്ള ശരീരവുമായി, ദുർഗന്ധമുള്ള ശരീരവുമായി, ഒരു മുണ്ടുപോലും ഉടുക്കാതെ കയറി വരുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് രണ്ട് കൈകൊണ്ടും ആശ്ലേഷിച്ച് ബിലാൽ തങ്ങളുടെ ഇരു കവിളിലും നെറ്റിയിലും ചുംബനം നൽകുന്നു. ജീവിതത്തിൽ ആദ്യമായി മനുഷ്യന്റെ സ്നേഹസ്പർശം ബിലാൽ ഇബ്നു റബാഹ് അനുഭവിക്കുന്നു. അതും ചില്ലറക്കാരനല്ല, അല്ലമീൻ, ഉന്നത കുലജാതൻ, ഖുറൈശികളുടെ നായകൻ, സൗന്ദര്യത്തിന്റെ പ്രതിരൂപം, ശാന്തിയുടെ മന്ത്രദൂതൻ. അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിക്കുന്നു, രണ്ട് കവിളിലും മുത്തം കൊടുക്കുന്നു. ബിലാൽ തങ്ങൾ അവിടെ വെച്ച് മറ്റൊരു മനുഷ്യനാകുന്നു. ഈ സ്നേഹത്തെ മറക്കാൻ ബിലാൽ തങ്ങൾക്ക് കഴിയില്ല. ഇങ്ങനെയായിരുന്നു ഓരോ സഹാബിയുടെയും അനുഭവങ്ങൾ. അപ്പ റസൂൽ തങ്ങളെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ നാടിഞ്ഞരമ്പുകളും തളർന്നു പോകും. അതുകൊണ്ടാണ് മുത്തറസൂൽ വഫാത്തായപ്പോൾ ഇനി ഞാൻ മദീനയിൽ നിൽക്കൂലെന്ന് പറഞ്ഞ് അങ്ങ് ദൂരെ ഷാമിലേക്ക് ബിലാൽ ഇബ്നു റബാഹ് താമസം മാറ്റിയത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സ്വപ്നം കാണുകയാണ് മുത്തറസൂലിനെ. എന്താ പിണക്കൊന്നും ചോദിച്ചിട്ട് മുത്തറസൂൽ സ്വപ്നത്തിൽ ബന്ധപ്പെടുകയാണ്. ബിലാൽ തങ്ങൾ ഓടി മദീനയിലെത്തി. ഹബീബായ നബി തങ്ങളുടെ ഖബറിൻ്റെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. സന്തോഷം കൊണ്ട് അവിടുത്തെ ഹൃദയം തേങ്ങി. മദീനയിൽ അന്ന് വസന്തം വിരുന്നു വന്നു. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി, ഇതേ ബിലാൽ വന്നിരിക്കണമെന്നും പറഞ്ഞിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ നിർബന്ധം പറഞ്ഞു, ബിലാൽ തങ്ങളെ കൊണ്ടൊന്ന് ബാങ്ക് വിളിപ്പിക്കണം. ഞാനത് ചെയ്യൂല, റസൂൽ പറഞ്ഞാലേ ഞാൻ ബാങ്ക് കൊടുക്കുള്ളൂ എന്ന് വാശി പിടിച്ചെങ്കിലും അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് തങ്ങളും മുത്തറസൂലിൻ്റെ പേരമക്കളൊക്കെ നിർബന്ധിപ്പിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ളുഹറിന് ബാങ്ക് കൊടുക്കാൻ നിന്നു. പിന്നെയും മദീനയിൽ ബിലാലിൻ്റെ മന്ത്രധ്വനി ഉയർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പൂർത്തിയാക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു. ബാങ്കിന് പകരം മദീന പള്ളിയിൽ നിന്ന് ഗംഭീരമായ ആർത്തനാദം ഉയർന്നു. എല്ലാവരും കരഞ്ഞു. മദീന അന്ന് എല്ലാവരും കരഞ്ഞ ദിവസമായി മാറി. എല്ലാവരും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. ബിലാൽ തങ്ങൾക്ക് ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ സ്നേഹബന്ധത്തെ നമുക്ക് വർണ്ണിക്കാനാവില്ല, നിർവചിക്കാൻ കഴിയില്ല. അപ്പോ സഹാബി വര്യന്മാർ റസൂലിനെ ഞാൻ കൊന്നു എന്ന് പറയുന്നതോടുകൂടെ നിരാശിതരാകുന്നു. ഉഹദിൽ രണ്ടാം ഘട്ടത്തിൽ വിശ്വാസികൾക്ക് നേരിയ അല്ലെങ്കിൽ താൽക്കാലിക പരാജയം ഉണ്ടാവാൻ അതും കാരണമായിട്ടുണ്ട്. വിവാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ഉഹദിൽ നിന്നുള്ള പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ പ്രത്യേകം രോഗികളായിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ശമനം നൽകണേ റഹ്മാനെ. ഈ ദർസിലെ വിദ്യാർത്ഥികളടക്കം നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല ബുദ്ധിയും നല്ല
ആരോഗ്യവും പഠനത്തിനുള്ള നല്ല താല്പര്യവും നൽകി പരിശുദ്ധ ദീനിനെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണ വിജയം നൽകണേ റഹ്മാനെ. നേരത്തെ സുബൈർ മാഷ് സൂചിപ്പിച്ചതുപോലെ മോഹിച്ച് വളരെ കാലങ്ങൾ കഷ്ടപ്പെട്ട് പണം സ്വരുക്കൂട്ടി ഹജ്ജിന് പോകാനുള്ള താല്പര്യത്തോടുകൂടെ പണം മുഴുവൻ നൽകി പലരോടും യാത്ര പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും തയ്യാറെടുപ്പ് നടത്ത കുറേ സഹോദരന്മാർ, 40,000 സഹോദരന്മാർ, ആരുടെ വെടിപ്പ് കൊണ്ടാണെങ്കിലും അവർ സാധുക്കളാണ്. പടച്ച റബ്ബേ, വളരെ പെട്ടെന്ന് അതിൻ്റെ പോർട്ടലൊക്കെ തുറന്ന് അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്കും ഈ വർഷം തന്നെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹജ്ജ് ഇതുവരെ ചെയ്തവരുടേതൊക്കെ എല്ലാ അഭാഗങ്ങളും പരിഹരിച്ച് നീ ഖബൂലാക്കണേ റഹ്മാനെ. മോഹിച്ച് ചെയ്യാൻ അവസരമെത്താത്ത ആളുകൾ എന്ത് തടസ്സം കൊണ്ടാണെങ്കിലും അവരുടെ തടസ്സം മാറ്റി വളരെ പെട്ടെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടെ പോയി ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ചവർക്ക് പിന്നെയും അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.